പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശുചിമുറികൾ പണിയാനൊരുങ്ങുന്നു. നിർമ്മാണ ജോലികളുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ശുചിമുറിയുടെ അപര്യാപ്തത പരിഗണിച്ച് ദേവസ്വം ബോർഡ് അനുവദിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KM സംഗീതയും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് NP ബാബുവും ചേർന്ന് തറക്കല്ലിട്ടു. ആശ്രയിക്കുന്നതിനെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു വലിയൊരു മൂർത്തിയാണ് പെരുമ്പാവൂർ അയ്യപ്പൻ എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ടതിന് എല്ലാവരും അനുഭവസ്ഥരാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടിരുന്നത് ഒരു ശൗചാലയത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുന്ന കാര്യത്തിലോ യാതൊരു ബുദ്ധിമുട്ടും വരുത്താറില്ല. ആ വരുന്നവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പോകുന്നതാണ്. പക്ഷേ ഏകപ്പാടെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ശൗചാലയത്തിൻ്റെ ഒരു കുറവായിരുന്നു. അത് ഈ 2024 മുതൽ ഈ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു അഹോരാത്രമായ പരിശ്രമത്തിൻ്റെ ഫലമായി ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടും നമ്മുടെ സബ് ഗ്രൂപ്പ് ഓഫീസറുടെയും എല്ലാവരുടെയും നമ്മുടെ ഭക്തനിലെ ഫലം കൊണ്ട് അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റി എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അതിനോട് ഒത്തുചേർന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പവിത്രത ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ഹിന്ദുമത വിശ്വാസിക്കും ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി ശുചിത്വവും അതിന് നമ്മുടെ ഒരു ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഭഗവാനെ തൊഴുകണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഏതൊരു വ്യക്തിക്കായാലും ഇപ്പം നമുക്കൊരു മൂത്രമൊഴിക്കാൻ മുട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിപരമായ എന്തെങ്കിലും ഒരു അശുദ്ധി നമുക്ക് വന്നാൽ അത് വൃത്തിയാക്കി നമ്മളത് കാല് കഴുകി അല്ലെങ്കിൽ വൃത്തിയായി ആ അമ്പലത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഏതൊരു അമ്പലത്തിൻ്റെയും അനിവാര്യമായ ഒരു ഘടകം തന്നെയാണത്. അതിനകത്തേക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാബുചേട്ടൻ്റെ പ്രവർത്തന ഫലമായിട്ട് ശ്രമകര ഫലമായിട്ട് ഇവിടെ ഒരു ശൗചാലയം നിർമ്മിക്കുന്നതിൻ്റെ ഒരു അനുവാദം നമുക്ക് ദേവസ്വത്തിൽ നിന്ന് ശരിക്കും നമ്മളെ സംബന്ധിച്ച് അത് നഗരത്തിൻ്റെ മാത്രമല്ല അതിനകത്ത് ഇച്ചിരി നിയമപരമായ കാര്യങ്ങൾ കൂടി അതിൻ്റെ സാങ്ഷൻ നേടേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അതിന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർഗ്ഗദർശിയായിട്ട് ഈ പെരുമ്പാവൂർ അമ്പലത്തിന് കിട്ടിയേക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഉപദേശക സമിതിയുടെ അംഗങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയേറെ പ്രശംസനീയാർഹമായ ഒന്ന് തന്നെയാണ്. ചടങ്ങിൽ ക്ഷേത്ര സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ, ഉപദേശക സമിതി അംഗങ്ങൾ, ഓപ്ഡേറ്റ് അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, വാർഡ് കൗൺസിലർ ശാലിനി പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.